ഹരേ കൃഷ്ണ. ഗോവർദ്ധനത്തിലേക്ക് പോവാം. രാധേ 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 ശ്രീ രാധാ ശ്രീ രാധാ രാധാ 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 രാധേ രാധാ 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 രാധേ 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 ശ്രീ രാധാ ശ്രീ രാധാ രാധാ ശ്രീ രാധാ ശ്രീ രാധാ രാധാ ശ്രീ രാധാ ശ്രീ രാധാ 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 ശ്രീ രാധാ ശ്രീ രാധാ രാധാ ശ്രീ രാധാ രാധാ രാധേ 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 രാധേ
രാധേ രാധേ राधे राधे। बरसाने राधे 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 बरसाने वाली राधे। श्री 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 राधे 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 बरसाने वाली राधे। അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കട്ടായി പോയി, ക്ഷമിക്കണം. അങ്ങനെ ഇരിക്കെ ഭഗവാന്റെ അന്തർശക്തിയായിരിക്കുന്ന ശ്രീമതി രാധാറാണി, ഭഗവാന്റെ എല്ലാ വിനോദങ്ങളിലും ശ്രീമതി രാധാറാണി ഭഗവാനെ സഹായിക്കുന്നുണ്ട്. ഹേ പാർത്ഥ, 3 ഗ്രഹവ്യവസ്ഥകളിലും ഈ ഭൂമി പ്രത്യേകിച്ചും ഭാഗ്യമുള്ളതാണ് അല്ലേ? എല്ലാ ഗ്രഹവ്യവസ്ഥകളേക്കാൾ കൂടുതൽ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭാഗ്യമുള്ളതാണ്. കാരണം ഭൂമിയിൽ വൃന്ദാവന നഗരമുണ്ട്. എന്താ ഉള്ളത്? ഭൂമിയിൽ വൃന്ദാവന നഗരമുണ്ട്. അവിടെ ഗോപികമാർ വിശേഷാൽ മഹത്വരമുള്ളതാണ്. വ്രജവാസികളുണ്ട് അവിടെ. കാരണം അവരിൽ ശ്രീമതി രാധാറാണിയുമുണ്ട്. ആദ്യ പുരാണത്തിൽ കൃഷ്ണൻ മുതൽ അർജുനൻ വരെ ശ്രീമതി രാധാറാണിയുടെ വികാരത്തോടുകൂടി ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൂടെ ആരുണ്ടായി? നിത്യാനന്ദ പ്രഭുവായിട്ടും ശ്രീമതി രാധാറാണി പഞ്ചതത്വങ്ങളിൽ ഒരാളായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പം ഈ യുഗത്തിൽ ധർമ്മം പ്രസംഗിച്ചുകൊണ്ട് നമ്മുടെ ചൈതന്യ മഹാപ്രഭു അവതരിച്ചപ്പോൾ ഒപ്പം ശ്രീമതി രാധാറാണിയും ഉണ്ടായിരുന്നു. വിശുദ്ധ നാമത്തിന്റെ, ഭഗവാൻ ശ്രീഹരിയുടെ നാമത്തിന്റെ ജപവും ദൈവത്തിന്റെ ശുദ്ധമായിരിക്കുന്ന സ്നേഹവുമാണ് ശ്രീമതി രാധാറാണി. രാധാറാണിയുടെ മാനസികാവസ്ഥയിൽ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സ്വന്തമായി നിറവേറ്റിയിട്ടുണ്ട്. ഇതാണ് ഭഗവാന്റെ പ്രത്യക്ഷതയുടെ പ്രധാന കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശ്രീമതി രാധാറാണിയുടെ അനിർവചനീയമായിരിക്കുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വയസ്സുള്ള ശ്രീമതി രാധാറാണി യൗവനത്തിന്റെ തിളക്കമെന്നാൽ അതിന് ഇനിയൊരു മറ്റൊരർത്ഥമില്ല. അത്രയ്ക്കും പൂർണ്ണതയായിരുന്നു ശ്രീമതി രാധാറാണിയുടെ സൗന്ദര്യം. രാധാറാണി 64 കലകളിലും മികച്ചിരിക്കുന്നതാണ്.
ദേവിയുടെ അതീന്ദ്രിയമായിരിക്കുന്ന രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതിൻ്റെ സമുദ്രം പോലെയാണ്. അമൃതം എന്ന് പറഞ്ഞാലേ ഇത്ര. അപ്പം അമൃതിൻ്റെ സമുദ്രം എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാവും? രാധാറാണിയുടെ ഉജ്ജ്വലമായിരിക്കുന്ന ശരീരകാന്തി എന്നാൽ ഉരുകിയ സ്വർണമോ നിശ്ചലമായിരിക്കുന്ന മിന്നലോ പോലെയാണ് ശ്രീമതി രാധാറാണി. അത്രത്തോളം വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാധാറാണി. മനോഹരമായിരിക്കുന്ന നീല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് രാധാറാണി പലതരം മുത്തുകൾ പിടിപ്പിച്ച അലങ്കാരങ്ങളോടുകൂടിയുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് സുഗന്ധമായിരിക്കുന്ന പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് ഗന്ധർവിക, അതായത് ശ്രീമതി രാധാറാണി അതിസുന്ദരിയാണ്. വർണ്ണിക്കാൻ വാക്കുകൾ മതിയാവില്ല. നീളമുള്ള നന്നായി മെടഞ്ഞ മുടിയുണ്ട് ശ്രീമതി രാധാറാണിക്ക്. രാധാറാണിയുടെ നെറ്റിയിൽ ചുവന്ന നല്ല കലയുണ്ട്. അതുപോലെ സിന്ദൂരം ആ ചുരുണ്ട മുടിയുടെ മനോഹരമായിരിക്കുന്ന ആ ഒരു അലങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും വർണ്ണിക്കാൻ കഴിയില്ല. നീല വളകളാൽ അലങ്കരിച്ച ശ്രീമതി രാധാറാണിയുടെ കൈകൾ എന്നാൽ കാമദേവന്റെ വടിയെ അവരുടെ സൗന്ദര്യം കൊണ്ട്, ശ്രീമതി രാധാറാണിയുടെ ആ സൗന്ദര്യം കൊണ്ട് കാമദേവന്റെ വടി പോലും തോറ്റുപോകുമെന്നാണ് പറയുന്നത്. കറുത്ത ആ ഒരു കണ്ണിലെല്ലാം നല്ല ഭംഗിയുള്ള കറുത്ത മഷി കൊണ്ട് എഴുതിയിരിക്കുന്ന അലങ്കരിച്ചിരിക്കുന്ന ആ കണ്ണുകൾ, രാധാറാണിയുടെ വികസിച്ചിരിക്കുന്ന താമര കണ്ണുകൾ 3 ഗ്രഹങ്ങളിൽ വെച്ചിട്ടും അതിസൗന്ദര്യം നിറഞ്ഞിരിക്കുന്നതാണ്. രാധാറാണിയുടെ മൂക്കെന്ന് പറഞ്ഞാൽ എള്ളിൻ്റെ പൂ പോലെ മനോഹരമായിരിക്കുന്നതാണ് രാധാറാണിയുടെ മൂക്ക്. അതിൻ്റെ അറ്റത്ത് മനോഹരമായിരിക്കുന്ന മൂക്കുത്തി കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സുഗന്ധദ്രവ്യങ്ങളാൽ അഭിഷേകം ചെയ്യപ്പെട്ട ശ്രീമതി രാധാറാണിയുടെ സൗന്ദര്യം അനിർവചനീയമായിരിക്കുന്നു. രാധാറാണിയുടെ ചെവികൾ എന്ന് പറഞ്ഞാൽ അതിശയകരമായിരിക്കുന്ന കമ്മലുകൾ, വെട്ടിത്തിളങ്ങുന്ന കമ്മലുകൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ശ്രീമതി രാധാറാണിയുടെ ചുണ്ടുകൾ അമൃത് ഇറ്റു വീഴുന്ന താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ ഇരിക്കുന്ന ചുണ്ടുകളാണ്. ശ്രീമതി രാധാറാണിയുടെ പല്ലുകൾ എന്ന് പറഞ്ഞാൽ മുത്തും പവിഴവും മരതകവും തോറ്റുപോകുന്ന അത്രയും ഭംഗിയുള്ള നിരത്ത പല്ലുകളാണ്. രാധാറാണിയുടെ നാവെന്ന് പറഞ്ഞാൽ അതിത്രമേൽ മനോഹരമായിരിക്കുന്ന നാവാണ്. കൃഷ്ണനോടുള്ള നിർമ്മലമായിരിക്കുന്ന സ്നേഹത്തിൻ്റെ പുഞ്ചിരിയാൽ അലങ്കരിച്ച രാധാറാണിയുടെ സുന്ദരമായിരിക്കുന്ന മുഖം ദശലക്ഷക്കണക്കിന് ഉപഗ്രഹങ്ങളെക്കാൾ തിളക്കവും സൗന്ദര്യവുമുണ്ട്. രാധാറാണിയുടെ താടിയുടെ സൗന്ദര്യം എന്നാൽ കാമദേവൻ പോലും തോറ്റു നിന്ന് പോയിട്ടുണ്ട് ആ സൗന്ദര്യത്തിന് മുമ്പിൽ. കസ്തൂരി തുള്ളി കൊണ്ട് അലങ്കരിച്ച ശ്രീമതി രാധാറാണിയുടെ താടി ഒരു ചെറിപ്പഴം പോലെ, സ്വർണ്ണ താമര മൊട്ടുപോലെ ഇങ്ങനെ കാണപ്പെടുകയാണ് ശ്രീമതി രാധാറാണിയുടെ ആ താടി എന്ന് പറയുന്നത്. അതിമനോഹരമായിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ എല്ലാ അടയാളങ്ങളാലും ശ്രീമതി രാധാറാണി അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. രാധാറാണിയുടെ കഴുത്തും പിൻഭാഗവും വശങ്ങളും ഒക്കെ അത്രമേൽ ആകർഷിക്കപ്പെടുന്നതാണ്. രാധാറാണിയുടെ മുലകൾ എന്ന് പറഞ്ഞാൽ മുത്തുമാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന പോലെയാണ്. നിറഞ്ഞു തുളുമ്പുന്ന കാരുണ്യത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന നിതംബങ്ങൾ. രാധാറാണിയുടെ ആ മുലകൾ, ശരീരം, വയറ്, ഇതൊന്നും നമുക്കൊരിക്കലും പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ സാധിക്കില്ല. രാധാറാണിയുടെ മനോഹരമായിരിക്കുന്ന മോഹിക്കുന്ന കൈകൾ, രാധാറാണിയുടെ നഖങ്ങൾ, ക്ഷമിക്കണം നെറ്റ് പോയതാണ്. അപ്പോൾ രാധാറാണിയുടെ ആ കൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രഗണങ്ങളാൽ പ്രകാശിക്കുന്ന 2 ചുവന്ന താമരപ്പൂകൾ പോലെ സമാനമായിരിക്കുന്ന കൈകളാണ്. രാധാറാണിയുടെ വിരലുകളെ രത്നമോതിരങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. മനോഹരമായിരിക്കുന്ന മധുരമുള്ള അമൃത് നിറഞ്ഞതും ആഴത്തിലുള്ള ആ ഒരു സൗന്ദര്യം. രാധാറാണിയുടെ മനോഹരമായിരിക്കുന്ന അരക്കെട്ട് 3 ലോകങ്ങളെയും മയക്കിക്കൊണ്ടിരിക്കുകയാണ്. രാധാറാണിയുടെ ചരിഞ്ഞിരിക്കുന്ന ആ ഒരു ഇടുപ്പ്, ഈ ഭാഗം അതിമനോഹരമായിരിക്കുന്ന മെലിഞ്ഞ അരക്കെട്ടിലേക്കാണ് സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാണ് കാണിക്കുന്നത്. മടക്കുള്ള ആ വള്ളിച്ചെടിയാൽ ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നത് പോലെയാണ് ആ അരക്കെട്ട്. ഒപ്പം മണിനാഥങ്ങൾ കൊണ്ടാണ് രാധാറാണിയുടെ അരക്കെട്ട് അലങ്കരിച്ചിരിക്കുന്നത്. 2 അതിമനോഹരമായിരിക്കുന്ന ആ ഒരു കാലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമദേവൻ പോലും മയങ്ങി നിന്നു പോകും. വിവിധ തരത്തിലുള്ള അതീന്ദ്രിയമായിരിക്കുന്ന വിനോദങ്ങളുടെ അമൃത് നിറഞ്ഞ ജലസംഭരണികളാണ് രാധാറാണിയുടെ കാൽമുട്ടുകൾ എന്ന് പറഞ്ഞാൽ. രാധാറാണിയുടെ പാദങ്ങൾ എന്നാൽ രത്നമണിഞ്ഞിരിക്കുന്ന കണങ്കാൽ രത്നമണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. കാൽ വിരലുകൾ എന്നാൽ വരുണദേവന്റെ നിധി പോലെ മനോഹരമായിരിക്കുന്നു കാൽ വിരലുകൾ. ശ്രീ രാധാറാണിയുടെ
അതീന്ദ്രിയമായിരിക്കുന്ന രൂപത്തിൽ 12 വ്യത്യസ്ത ആഭരണങ്ങൾ ധരിക്കുന്നുണ്ട്. രാധാറാണിയുടെ കിരീടം, കമ്മലുകൾ, രാധാറാണിയുടെ അരപ്പട്ട, കണങ്കാൽ വിരലിലെയും കാൽവിരലിലെയും വളകൾ, അതുപോലെ രാധാറാണിയുടെ മോതിരങ്ങൾ, നക്ഷത്രങ്ങളുടെ ചരടുകൾ പോലെ തോന്നിക്കുന്ന രത്നമാലകൾ, കുറേ രാധാറാണിയുടെ ആ രത്നമാലകൾ എന്നാൽ ചെറിയ 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 നക്ഷത്രങ്ങൾ അടക്കി വെച്ചതുപോലെ ഇരിക്കുന്ന ആ രത്നമാലകൾ, ഇതെല്ലാം ആഭരണങ്ങളെല്ലാം പ്യോർ തങ്കം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എണ്ണമറ്റ തിളങ്ങുന്ന സൂര്യന്മാരെ പോലെയാണ് ഈ സൗന്ദര്യം കാണപ്പെടുന്നത്. ശ്രീ രാധാകൃഷ്ണന്റെ ചിത്രവും രാധ എന്ന് ആലേഖനം ചെയ്ത മുദ്രമോതിരവും അടങ്ങുന്ന ഒരു ലോക്കറ്റ് ശ്രീമതി രാധാറാണി എപ്പോഴും ധരിക്കുന്നു. രാധാറാണിയുടെ സെമന്തക രത്നം ശംഖചൂഡ ശിരോമണി എന്നറിയപ്പെടുന്നു. സെമന്തക രത്നം ശംഖചൂഡയുടെ ചിഹ്നമാണത്. ശ്രീമതി രാധാറാണിയുടെ കണങ്കാലിൽ അണിഞ്ഞിരിക്കുന്ന പാദസരമണികൾ മിന്നുന്ന ശബ്ദങ്ങളാൽ കൃഷ്ണനെ ഇങ്ങനെ അമ്പരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഭരണങ്ങളും സ്വർണവും കൂടാതെ രാധാറാണി പലതരം പുഷ്പങ്ങൾ, പുഷ്പകിരീടങ്ങൾ, മാലകൾ, അരപ്പട്ടകൾ, കമ്മലുകൾ, വളകൾ, മൂക്കുത്തികൾ, കണങ്കാലുകൾ, വസ്ത്രങ്ങളെല്ലാം ധരിക്കുന്നുണ്ട്. രത്നങ്ങളെക്കാൾ കൂടുതൽ രാധാറാണി ഇഷ്ടപ്പെടുന്ന ഈ പുഷ്പ അലങ്കാരങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് രാധാറാണി ലളിത സഖിയെയാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. 5 കാരണങ്ങളാൽ ക്രമീകരിച്ചിരിക്കുന്ന 5 നിറത്തിലുള്ള പൂക്കളും അതുപോലെ മൊട്ടുകളും കൊണ്ടാണ് ശ്രീമതി രാധാറാണിയുടെ കിരീടം നിർമ്മിച്ചിരിക്കുന്നത്. 5 വ്യത്യസ്ത തരത്തിലുള്ള കമ്മലുകൾ ഉണ്ടാക്കാൻ ഗോപികമാർ കലാപരമായി പൂക്കൾ ഇങ്ങനെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മയില്, താമര അല്ലെങ്കിൽ അർദ്ധചന്ദ്രൻ തുടങ്ങിയ വസ്തുക്കളോടെല്ലാം സാമ്യമുള്ളതാണ് രാധാറാണിയുടെ അലങ്കാരങ്ങൾ. കണ്ണുകളോടെ തിളങ്ങുന്ന രാധാറാണിയുടെ ആ ഒരു പ്രഭാവലയം ചക്രവാളം വരെ നീളുന്ന എല്ലാ ദിശകളിലും തിളങ്ങി നിൽക്കുന്ന മനോഹാരിത നിറഞ്ഞു തുളുമ്പുന്ന സൗന്ദര്യമാണ്. തിളങ്ങുന്ന മെലിഞ്ഞ വളകൾ, തിളങ്ങുന്ന നെക്ലേസുകൾ, ആഭരണങ്ങൾ, ഇതെല്ലാം കൊണ്ട് രാധാറാണി അങ്ങ് കോടാനുകോടി സൂര്യന്മാരെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ജ്വലിക്കുന്ന ദീപം പോലെയാണ് ഇരിക്കുന്നത്. മൃദുലമായിരിക്കുന്ന രാധാറാണിയുടെ ആ ഒരു ശബ്ദം, മൃദുലമായിരിക്കുന്ന രാധാറാണിയുടെ ദിവ്യമായിരിക്കുന്ന താമര പാദങ്ങളെ അലങ്കരിക്കുന്ന കണങ്കാലുകൾ, ആകർഷകമായിരിക്കുന്ന നടക്കുന്ന മണിനാദങ്ങൾ. എൻ്റെ പ്രിയ മനസ്സേ, രാധാറാണി പ്രകാശം എന്നാൽ മറ്റൊന്നുമില്ല ഈ ഭൂമണ്ഡലത്തിൽ. രാധാറാണി തന്നെയാണ് ഒരിക്കലും നിലയ്ക്കാത്ത ആനന്ദം, ഒരിക്കലും അവസാനിക്കാത്ത ആനന്ദം, ഒരിക്കലും അവസാനിക്കാത്ത സൗന്ദര്യം ശ്രീമതി രാധാറാണി തന്നെയാണ്. രാധാറാണിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ശ്രീമതി രാധാറാണിയുടെ കാരുണ്യം എല്ലാവരിലും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ഒരു ക്ലാസ്സും കൂടിയുണ്ട് രാധാറാണിയുടേത് നാളെ. എല്ലാവർക്കും രാധാറാണിയുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഞാൻ രാധാറാണിയെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായോ? പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞത് മനസ്സിലായോ എന്നൊന്നും എനിക്കറിയില്ല. പറഞ്ഞു പോയി. രാധാ രാധാ കഴിച്ചില്ലമ്മ. രാധേ 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 രാധേ.
രാധേ 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 ശ്രീ രാധാ രാധാ ഭക്തജനരുടെ ഹൃദയത്തിലാണ് ശ്രീമതി രാധാറാണി. എല്ലാവർക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം രാധാറാണി ആരാണെന്നുള്ളത്. ഭഗവാൻ കൃഷ്ണനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹമാണത്. എല്ലാവർക്കും രാധാറാണിയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അത് തിരുത്താൻ ഭഗവാൻ നമുക്ക് നൽകിയ അവസരമാണ് നമ്മുടെ ഈ ക്ലാസ്. എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും, കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും കൂടെ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും. താങ്ക് യു അച്ഛാ. हरे कृष्णा. सर्वम कृष्णार्पणमस्तु. प्रभुपाद की जय. गुरु महाराज की जय. राधा पवनपुरेशन की जय. श्रीमती राधा रानी की जय. जय श्री राधे राधे. जय श्री राधे राधे. जय श्രീ രാധേ രാധേ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതാണ് എൻ്റെ ഓണം ഗിഫ്റ്റ്. ഹരേ കൃഷ്ണ. ഓണസമ്മാനം. ഹരേ കൃഷ്ണ. നാളെ കാണാം.